വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് വീഡിയോ ഞാൻ എന്താണ് ഷോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എങ്ങനെ ലൈറ്റ് ഫിക്സ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോസ്, മലയാള വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. 2-3 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യത്തെ പാർട്ട് തൊട്ട് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ടാഗ് ഒക്കെ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പം എങ്ങനെ വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എങ്ങനെ ഇതിൻ്റെ സർക്യൂട്ടിങ് കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് ഇതിനെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ടാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ജസ്റ്റ് അനോട്ടേറ്റിനകത്ത് പോവുക. സിസ്റ്റം അനോട്ടേറ്റ് എന്ന് പറയുന്ന ടാബിൽ പോവുക. അതിനുശേഷം നമ്മൾ ഡ്രോപ്പ് പാനലിൽ നമുക്ക് ഇങ്ങനൊരു ടാബ് കിട്ടും, ടാഗ് ആള്. അതിനുശേഷം നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിംഗ് ആണെങ്കിൽ ലൈറ്റിംഗ് ഫിക്സർ സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്തൊക്കെ ലൈറ്റുകൾ ഇവിടെ ഉണ്ടോ ഒറ്റയടിക്ക് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിസിബിൾ ഇൻ വ്യൂ കൊടുക്കുക. വിസിബിൾ ഇൻ വ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വ്യൂസിലുള്ള എല്ലാ ലൈറ്റുകളും, ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റുകൾ വെച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കുക. നമുക്ക് കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് മൂവ് കമാൻഡ് കൊടുത്തു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂവ് ചെയ്ത് വെക്കുക. അതായത് വീണ്ടും നമുക്കിവിടെ കുറച്ച് ക്ലാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഈസി ആയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ഒരു മെത്തേഡ് നമ്മൾ സെലക്ട് വിസിബിൾ ഇൻ വ്യൂ കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈറ്റുകളൊന്നും വേണ്ട, എമർജൻസി ലൈറ്റുകളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് അൺസെലക്ട് ചെയ്യുക. ഓക്കെ, അൺസെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അൺസെലക്ട് ചെയ്യുക. ഓക്കെ, അൺസെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അൺസെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ അൺസെലക്ട് ചെയ്യുക ഇതെല്ലാം. ഓക്കെ, സോറി, ഷിഫ്റ്റ് ആണ് പ്രസ് ചെയ്യേണ്ടത് അൺസെലക്ട് ചെയ്യാൻ വേണ്ടി. സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ലൈറ്റിന്റെ കളറൊക്കെ നമുക്ക് വേറെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പോയിട്ട് ഓവർ റൈഡ് ഗ്രാഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, ഫിൽറ്റർ കൂടാതുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫിൽറ്ററിലൂടെയും നമുക്ക് അല്ലാതെയും നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ അതിൻ്റെ ലൈറ്റിൻ്റെ കളറുകളൊക്കെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനുശേഷം നമുക്ക് വയറിങ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ റൂം ടാഗ് നമുക്ക് ഇത് ഏത് റൂമാണെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് റൂം ടാഗ് എടുത്ത് നോക്കുക. ഓക്കെ, നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രിക്കൽ റൂം എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടാഗ് ഇപ്പോൾ കാണിക്കുന്നില്ല. ടാഗ് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ വീഡിയോ നോക്കാമെങ്കിൽ അത് കാണാൻ പറ്റും. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട്. വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കി, ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ റൂം. നമുക്കിവിടെ നമ്മുടെ പാനൽ കൊടുക്കണം. നമ്മൾ സിസ്റ്റം ടാബിൽ പോകുന്നു, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് ഏത് പാനലാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാൻ ഫോർ എക്സാമ്പിൾ 400 ആംസ് ഇതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സോറി, ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ പോകുന്നു. നമ്മൾ ഇതിനകത്ത് ഒന്ന് 400 ആംസ് ലൈറ്റിംഗ് പാനൽ എടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനേജിൽ പോയിട്ട് MEP സെറ്റിംഗ്സിൽ പോയി ഇലക്ട്രിക്കൽ സെറ്റിംഗ്സിൽ പോവുക. ഇലക്ട്രിക്കൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 230 വേണമെന്നുണ്ടെങ്കിൽ 230, സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ്, 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ്, ദെൻ ഇവിടെ 4 കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ മാക്സിമം നിങ്ങൾക്ക് ഗ്രൗണ്ട് വോൾട്ടേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഏത് രീതിയാണ് വേണ്ടത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമുക്കത് ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് കൊടുത്ത് നമുക്ക് പവർ കൊടുക്കണം. പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ പവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇത്രയും ഇതിനകത്തുള്ള ഈ ഒരു ലൈറ്റുകൾ, ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ ഒരു ഇത്രയും ലൈറ്റ്. ഓക്കെ, ഇത്രയും ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഫിൽട്ടർ ചെയ്തെടുക്കാം നമുക്ക്. ചിക്കനാണ് ലൈറ്റിംഗ് ഫിക്സേഴ്സ് ഓൾമോസ്റ്റ് ഒരു 16 ലൈറ്റ് നമുക്കിവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഈ 16 ലൈറ്റ് നമുക്ക് ഈ പാനലിൽ കൊടുക്കണം. ഓക്കെ, അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ പാനലിന് നമ്മൾ ഒരു പേര് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് എഡിറ്റ് പോകുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, LP1 എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ലൈറ്റിംഗ് പവർ. ഓക്കെ, പാനലിന് കൊടുക്കുന്നു, കോപ്പി ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് മാർക്ക് നമ്മളത് കൊടുക്കുന്നു, LP1. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാനൽ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പാനൽ നെയിമിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പേര് കൊടുക്കണം. ഓക്കെ,
ഓക്കെ, ഇതിനകത്ത് നമുക്ക് പാനൽ നെയിം ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ നമ്മൾ പാനലിന്റെ പേര് കൊടുത്തു, അപ്ലൈ ചെയ്തു. ഈ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് പാനലാണ്. ഓക്കെ, നമ്മളിത് ജസ്റ്റ് ഇത് പേര് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നോക്കുക, എഡിറ്റ് ഫാമിലി പോകുന്നു. എഡിറ്റ് ഫാമിലി പോയിട്ട് പാനൽ നെയിം ആണ് ഷോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്തു. പിന്നെ പാനൽ നെയിം എന്താണ് ഷോ ചെയ്തേക്കുന്നത്? പാനൽ നെയിം നമ്മുടെ LP1 എന്നുള്ളതാണ്. അപ്പം പാനൽ നെയിം ഇവിടെ വന്നു. ഈ LP1 പാനലിലേക്കാണ് നമുക്ക് ഈ ഇത്രയും ലൈറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോറി, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഇത്രയും ലൈറ്റ് സെലക്ട് ചെയ്തു. അതിന് ഫിൽറ്റർ കൊടുക്കുന്നു. ഫിൽറ്റർ കൊടുത്ത് ചെക്ക് നൺ കൊടുത്ത് നമ്മൾ ലൈറ്റിംഗ് ഫിക്സർ മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, ഒന്ന് സ്വിച്ചും ഒന്ന് പവറും. അപ്പം ഞാൻ പവർ എങ്ങനെ കൊടുക്കുന്ന ആദ്യം കാണിക്കാം. പവർ സെലക്ട് ചെയ്തു. പവർ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം നോക്കണ്ട, ഇത്രയും പാർട്ടിലുള്ള ലൈറ്റുകളുടെ പവർ ഇത്രയും കണ്ട ഒരു ലൈൻ പോലെ, നമ്മുടെ ലൈൻ സർക്യൂട്ടുകൾ പോലെ കാണാം. ഓക്കെ, നമ്മളിവിടെ ചെയ്തു. ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ പുറത്ത് വെച്ച് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് പാനൽ LP1 എന്ന് ഇവിടെ ഓൾറെഡി ഷോ ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് LP1 എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സെലക്ട് പാനൽ കൊടുക്കുന്നു. സെലക്ട് പാനൽ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പാനലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ഈ ഇത്രയും ലൈറ്റ് ഈ സർക്യൂട്ടായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഇതിനെ നമുക്ക് ആർക്ക് വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇതിനെ 0 ആക്കി കൊടുക്കാം എല്ലാം. ഓക്കെ, 0 ആക്കി കൊടുക്കുന്നു. നമുക്ക് ഇങ്ങനെ വയർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കണക്ട് ആവും. ഇത് കണ്ട, ഇവിടുന്ന് നമുക്കിത് നമ്മുടെ പാനലിലോട്ട് കണക്ട് ആവുന്നുള്ളൊരു സിമ്പിൾ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് സർക്യൂട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ചെയ്തു. ഇത് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ വയറിന്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യൂ ടെംപ്ലേറ്റിൽ പോകുന്നു. വ്യൂ ടെംപ്ലേറ്റിൽ പോയിട്ട് നമ്മുടെ മോഡൽ കാറ്റഗറി പോയി വയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വയറിൽ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏത് കളറാണ് വയറിന് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, വയറിന്റെ വെയിറ്റ് നമുക്ക് 3 കൊടുക്കാം, അല്ലെങ്കിൽ 4 എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വയറാണ് ഉപയോഗിക്കേണ്ടത് ആ വയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡാഷ്ഡ് അല്ലെങ്കിൽ ഡോട്ടഡ് ഈ ടൈപ്പാണ് കൊടുക്കുന്നെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ടൈപ്പ് അതോടെ വരും. പക്ഷെ നമുക്കത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നില്ല. ജസ്റ്റ് നമ്മൾ ഡാഷ് ഡോട്ടോ അങ്ങനെയുള്ള ടൈപ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ഡാഷ് ഡോട്ട് കൊടുക്കാം. ഡാഷ് ഡോട്ടാണ് ഇപ്പം കൊടുത്തത്. ഡോട്ടഡ് ലൈൻ, ഹിഡൻ ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അതായിരിക്കും പെർഫെക്റ്റ്. സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ ലൈറ്റ് ഫിക്സറുമായിട്ട് കണക്റ്റഡ് ആയി. അതുപോലെ തന്നെ സെയിം മെത്തേഡ് നമുക്ക് ഇവിടെയും ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഫിൽറ്ററിൽ പോകുന്നു, ചെക്ക് നൺ കൊടുക്കുന്നു, ലൈറ്റ് ഫിക്സർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പാനൽ പവർ കൊടുക്കുന്നു. പവർ കൊടുത്തിട്ട് നമ്മൾ പാനൽ, ഇതാണ് നമ്മുടെ പാനൽ, ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, വയർ കൊടുത്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. നമുക്ക് ഇത് നമ്മൾ സെലക്ട് സിമിലർ കൊടുത്തു, വിസിബിൾ ഇൻ ദ വ്യൂ 0 കൊടുത്തു. ഓക്കെ, 0. ഇങ്ങനെ നമുക്ക് ഇതിന്റെ എല്ലാ വയറുകളും നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പൊ അടുത്ത് ഇത്രയും ലൈറ്റുകൾ നമുക്ക് ഒരു ഇതിൽ വേണം. നിങ്ങൾ ജസ്റ്റ് ഫിൽറ്ററിൽ പോയി ചെക്ക് നൺ കൊടുത്തു, നമ്മുടെ ലൈറ്റ് ഫിക്സർ മാത്രം സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം സോറി, നമ്മുടെ എന്താണ് സെലക്ട് ആയത്? ചെക്ക് നൺ കൊടുത്തു, ലൈറ്റിംഗ് ഫിക്സേഴ്സ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സെലക്ട് ആയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തു, ഫിൽറ്ററിൽ കൊടുത്തു, ചെക്ക് നൺ കൊടുത്തു, നമ്മുടെ ലൈറ്റിംഗ് ഫിക്സേഴ്സ് മാത്രം സെലക്ട് ചെയ്തു, മോഡിഫൈ. ഇതിലെവിടെയോ പവർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അതാണ് അത് കാണിക്കാത്ത. ഓക്കെ, നമുക്ക് ഇലക്ട്രിക്കൽ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പോകുന്നു, എഡിറ്റ് സർക്യൂട്ട് കൊടുക്കുന്നത് റിമൂവ് സർക്യൂട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അവിടെ ഓൾറെഡി ഒരു സർക്യൂട്ടുമായിട്ട് അസൈൻഡ് ആയിട്ടുണ്ട്, അതാണ് നമുക്കത് കാണിക്കാഞ്ഞത്. നമുക്ക് വീണ്ടും നമുക്കിത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫിൽറ്റർ ഓപ്ഷനിൽ പോകുന്നു, ചെക്ക് നണ്ണ്, ലൈറ്റിംഗ് ഫിക്സർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോഴും നമുക്ക് ഏതോ ഒരു ലൈറ്റ് അവിടെ പവർ സിസ്റ്റമായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് പോകുന്നു, എഡിറ്റ് സർക്യൂട്ടിൽ പോകുന്നു, റിമൂവ് സർക്യൂട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ അതേ ഓപ്ഷൻസ് തന്നെ ഫിനിഷ് കൊടുത്തു, സെലക്ട് ചെയ്തു, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഏതൊക്കെ ലൈറ്റ് ആണ് വേണ്ടത്, നമുക്ക് ഇത്രയും വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊതുവെ ഇത്രയും മതി. ഫിൽറ്റർ, ചെക്ക് നണ്ണ്, ലൈറ്റിംഗ് ഫിക്സർ, ഓക്കെ കൊടുത്തു. ഇപ്പോഴും നമുക്ക് എവിടെയോ ഏതോ ഒരു ലൈറ്റിന്റെ പവർ അവിടെ ഓൾറെഡി ഉണ്ട്, അതാണ് അത് കാണിക്കാത്തത്. ഇതിന് പവർ ഉണ്ട് കണ്ടോ, ഇത് പവർ ഓൾറെഡി ഉണ്ട്, അതാണ് നമുക്ക് എഡിറ്റ് സർക്യൂട്ടിൽ പോയിട്ട് ഇത് റിമൂവ് സർക്യൂട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് ആഡ് സർക്യൂട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇത്രയും സെലക്ട് ചെയ്തു നമ്മൾ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെലക്ട് പാനൽ കൊടുത്തു, സെലക്ട് പാനൽ LP1 എന്നുള്ളത് കൊടുത്തു, സെലക്ട് ചെയ്തു.
ഓക്കെ, നമ്മളിത് ഇവിടെ ഏതെങ്കിലും ലൈറ്റിന്റെ മുകളിൽ വെച്ചിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആവും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റിന്റെ പവർ കൊടുക്കാം. ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തു, ചെക്ക് നണ്ണ്, ലൈറ്റിംഗ് ഫിക്സർ ഓക്കെ കൊടുത്തു. ഓക്കെ, പവർ കൊടുത്തു, നമ്മളടുത്ത പാനൽ സെലക്ട് ചെയ്ത് കൊടുത്തു. പാനൽ ഓൾറെഡി സെലക്റ്റഡ് ആണ്. വയർ കൊടുത്തു. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓരോന്നിന്റെ സർക്യൂട്ടുകൾ ചെയ്യാം. നമുക്ക് ഇതിന്റെ ഈ ലൈറ്റിന്റെ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിലൂടെ സെലക്ട് ചെയ്യുന്നു. ഇത് എത്രയോ ഒരു സർക്യൂട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെക്ക് നണ്ണ് കൊടുത്തു, ലൈറ്റിംഗ് ഫിക്സർ സെലക്ട് ചെയ്തു, പവർ സെലക്ട് ചെയ്തു നമ്മുടെ പവർ പാനൽ ഇതാണ്. ഓക്കെ, വേറെ പാനൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വേറെ പാനലിലോട്ട് കൊടുക്കാം. നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പാനലിലൂടെ വേണം നമുക്ക്. ഓക്കെ, ഞാൻ ഇതിന്റെ പേര് പാനലിന്റെ പേര് ഞാൻ LP2 എന്നും പറഞ്ഞാക്കി. ഓക്കെ, LP2 അത് കോപ്പി ചെയ്തു. ഓക്കെ കൊടുത്തു. ടൈപ്പ് മാർക്കിനകത്ത് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു. നമ്മളിവിടെ വന്നിട്ട് പാനൽ നെയിമിൽ നമുക്ക് മാറ്റി കൊടുക്കണം. പാനൽ നെയിം നമ്മൾ LP2 എന്നാക്കി കൊടുത്തു. ഓക്കെ, പിന്നീട് ഇതിന്റെ പാനൽ നെയിം സെലക്ട് ചെയ്യുക. LP2 ആണ്. ഇപ്പൊ ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LP2 എന്ന് പറഞ്ഞ അടുത്ത പാനലായി. നമുക്ക് ഇത്രയും ലൈറ്റ് കൂടെ നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് ഇതിന്റെ പവറിന്റെ ഇത് മാറ്റണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് അത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇത് ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് സർക്യൂട്ടിൽ പോവുക, എഡിറ്റ് സർക്യൂട്ട്, ദെൻ റിമൂവ് സർക്യൂട്ട് കൊടുക്കുക. റിമൂവ് സർക്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്രയും ഒരു സർക്യൂട്ടിലാണ് കിടക്കുന്നത്. അത്രയും ലൈറ്റുകൾ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് കൊടുത്തു. അപ്പോൾ ആ സർക്യൂട്ട് അത്രയും പോയി. എന്നിട്ട് നമുക്ക് ഇതിനെ പാനൽ 2ലേക്കാണ് കൊടുക്കുന്നെങ്കിൽ, നമ്മൾ പാനൽ 2ലേക്കാണ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയി ലൈറ്റിംഗ് ഫിക്സർ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പവർ അസൈൻ ചെയ്തു. എന്നിട്ട് നമുക്ക് LP2 ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം LP2ലേക്ക് അത് ആ സർക്യൂട്ട് LP2ലേക്ക് പോകും. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഇവിടെ എല്ലാം എല്ലാ ഫ്ലോറുകളിലും നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ കൊടുക്കാം. നമുക്ക് ലൈറ്റിംഗ് ഫിക്സർ സെലക്ട് ചെയ്തു. എല്ലാം കൂടെ വേണ്ട, നമുക്ക് ആവശ്യാനുസരണമുള്ള ലൈറ്റുകൾ ലോഡിനനുസരിച്ച് കൊടുക്കുക. പവർ സെലക്ട് ചെയ്തു, LP2 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ലൈറ്റ് എല്ലാം LP2 കണക്റ്റഡ് ആയി. ഓക്കെ, അടുത്തത് ഇത്രയും ലൈറ്റ് ആണ് വേണ്ടത്. ഫിൽറ്റർ ഓപ്ഷൻ, ലൈറ്റ് ഫിക്സർ, പവർ, ലൈക്ക് ദാറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് സ്വിച്ചിങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ പോന്നു, ഡിവൈസിൽ പോയി ലൈറ്റിംഗ് എടുത്തു. നമുക്ക് ഏത് സ്വിച്ചാണ് വേണ്ടതെന്നുള്ളത് ആ സ്വിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ഞാൻ കാണിക്കുക. ഇതേപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് ഈ ലൈറ്റ് ഫിക്സർ ഇത്രയും ഒരു സ്വിച്ചിലോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്തു, ചെക്ക് നണ്ണ് കൊടുത്തു, ലൈറ്റിംഗ് ഫിക്സർ കൊടുത്തു. ഓക്കെ, കൊടുത്തതിന് ശേഷം ഇനി സ്വിച്ച് ഓപ്ഷൻ കൊടുത്തു, സ്വിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ഈ സ്വിച്ചിലേക്ക് അത് എല്ലാം കണക്ട് ആയി. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിന്റെ അസൈൻ ആയ സ്വിച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സ്വിച്ചിങ് സിസ്റ്റം നമുക്ക് കാണിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റിംഗ് സർക്യൂട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സ്വിച്ചിങ് നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഈ ലൈറ്റ് ഈ സ്വിച്ചുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ സ്വിച്ചുമായിട്ട് അത് അസൈൻഡ് ആയി എന്നുള്ളത് കാണിക്കും. ഓക്കെ, ഇതേ രീതിയിൽ സ്വിച്ചിങ്ങും ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് ഈ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒരു വയർ എടുത്തിട്ട് നമുക്ക് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. എല്ലാത്തിനും നമുക്ക് സ്വിച്ചിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് വയറുകൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. ഡയമെൻഷൻസ് എടുക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യണം ലൈറ്റിന്റെ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡയമെൻഷൻ എടുത്ത് നമ്മുടെ ഷോപ്പ് ഡ്രോയിങ് ഒക്കെ പ്രിപ്പയർ ചെയ്ത സമയങ്ങളിൽ നമ്മൾ ഡയമെൻഷൻസുകളൊക്കെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയമെൻഷൻസുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിംഗ് ആയിരിക്കും നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. പലതരത്തിലുള്ള ലൈറ്റ് കാണും. ഇപ്പം ഞാനൊരു മോഡൽ ലൈറ്റ് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു നോർമൽ പ്രോസസ്സിംഗ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ അതിൻ്റെ ഒരു പ്രോസസ്സിങ്. പിന്നെ സർക്യൂട്ട് നമ്പറുകൾ കൊടുക്കാം. ഓക്കെ, ഓരോന്നിനും സർക്യൂട്ട് നമ്പറുകൾ നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോന്നിനും അതിൻ്റെതായ സർക്യൂട്ട് നമ്പറുകൾ വരും. നമുക്ക് വേറെ മെത്തേഡിലൂടെ നമ്മൾ സർക്യൂട്ട് നമ്പറിന്റെ ഈ രീതികൾ മാറ്റും. ഓക്കെ, നമുക്ക് ഇപ്പം ഈ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 2, 3, 1, 2 എന്നൊക്കെ ഉള്ളത്. ഇതിപ്പം LP2 ആയതുകൊണ്ടാണ് 1 എന്ന് കാണിക്കുന്നത്. ഓക്കെ, LP2 2 എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അതിന് നമ്മൾ DB ഷെഡ്യൂൾസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലുകളൊക്കെ ഒന്ന് വിജയിപ്പിക്കുക. ഇത് AutoCAD റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ചാനലാണ്.
And thanks for watching. Thank you.